സുനന്ദമോൾ ഇന്ന് തന്നെയല്ലേ വരുമെന്ന് പറഞ്ഞത്? അതെ, ഇനി വല്ല അസുഖമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പോരാൻ പറ്റാണ്ടായി പോയോന്നാ. മുതലാളി വെറുതെ കാട് കയറി ചിന്തിച്ച് വിഷമിക്കാതിരിക്കെ. സുനന്ദ കുഞ്ഞിനൊരു അസുഖം വരില്ല. ഇനി വരുന്ന വഴിക്ക് വല്ല ആക്സിഡന്റോ മറ്റേ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അല്ല, വരാനുള്ള വഴി തങ്ങില്ലെന്നല്ലേ പറയണത്, അതുകൊണ്ടാ. ഒന്ന് ചുണക്കി നിക്കടാ. വണ്ടി വരുന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, സുനന്ദമോൾ വണ്ടി ഇറങ്ങിയ ഉടനെ നീ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങണം. ശരി, അച്ഛൻ കൂടെ നിന്നോണേ. മോളെ ഒന്ന് വേഗം ഇറങ്ങണം. അയ്യോ, വണ്ടി വല്ലേ ആളാണ് ഗുണശേരമായ സുനന്ദ. ഇവിടെ ഗുണശേരല്ല മാറില്ല. ഒന്ന് നേരത്തെ ഇറങ്ങിക്കൂടെ? നമുക്ക് കാറുണ്ട് മോളെ. ടാക്സി. യാത്രയൊക്കെ എങ്ങനെ എഴുതി? പരീക്ഷയൊക്കെ സുഖമായിരുന്നോ? അല്ല, യാത്രയൊക്കെ സുഖമായിരുന്നോ? പരീക്ഷയൊക്കെ എങ്ങനെ എഴുതി? യാത്രയും പരീക്ഷയും ഒക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങള് സുനന്ദ വരുന്നത് കാത്തിരിക്കായിരുന്നു. ഞങ്ങളല്ല, ഇവൻ. എന്തൊരു ആവേശമായിരുന്നു. സുനന്ദ ഇന്ന് വരും, സുനന്ദ നാളെ വരും. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഇവൻ ഉറങ്ങിയിട്ടില്ല. ശരിയാ, ഭയങ്കര കൊതുകടിയായിരുന്നു. അച്ഛനെങ്ങനെ അറിഞ്ഞു? കൊതുകടിയൊക്കെ ചുമ്മാ പറഞ്ഞതാ. മോള് കാറക്കറ. ഇതെന്താ കാറൊക്കെ ആയിട്ട്? കാറ് വാടകയ്ക്ക് വിളിച്ചതാ. അച്ഛൻ മത്സരത്തിന്റെ മുടി വെട്ടാൻ പോയിട്ട് വരിക. ഒന്ന് പോടാ. മോള് കാറക്കറ. നീ ഇവിടെ കയറാം, ഇവിടെ കയറാം. ഉളുത്തി പിടിക്കണം. പോട്ടെ പോട്ടെ, അഞ്ഞു പോട്ടെ. പ്ലീസ് വെയിറ്റിംഗ്. പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നു മോളെ. അയ്യോ, എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇനി കുഞ്ഞമ്മയുടെ മീൻകറിയും ചെമ്മീനും എല്ലാം കൂട്ടി ഉണ്ടാൽ അങ്ങ് തടിച്ചോളൂ. മോളിന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. കൊച്ചിനെ ബാഗ് മേടിക്കണം. വേണ്ട, ഞാൻ പിടിച്ചോളാം. പിടിച്ചോളാം. അച്ഛനെവിടെ? അച്ഛൻ വരും. മോൾ അകത്തോട്ടിയല്ലേ? കൊച്ചിനെ കൊണ്ടുപോടി അങ്ങോട്ട്. വരൂ അമ്മായി. ഞാനാണ് ഇട്ടോനത് നടന്നു വിട്ട്. നീ അങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്ക്. എന്നാത്തിന്? കട്ടിങ്ങിന്. അല്ല, ഷേവിങ്. അയ്യോ, എന്റെ മോന് ചെരക്കാനാ നേരം. പോയാ കൊച്ചിന് ചോറ് കൊമ്പി കൊടുക്കടാ, എന്നിട്ട് കൊളുത്തി പിടിക്കടാ. എന്നാ എന്ത് കാര്യത്തിന്? അച്ഛന് പോവാൻ. എനിക്ക് കാറുണ്ടാ, പോടാ ഡ്രൈവർ. ഈശ്വര, പാതി മീശ സംരക്ഷിക്കാൻ എന്റെ അച്ഛൻ പെടുന്ന പാട്. എന്താ ഗുണശേഖര, നിന്റെ മോള് വന്നില്ലേ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? ഓ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നിന്റെ മോള് വന്നില്ലെങ്കിലും എന്റെ മരുമോൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൾ ഇപ്പൊ ചെമ്മീൻ കറി കൂട്ടി ചോറുണ്ടോണ്ടിരിക്കുക. നീ വേഗം വന്ന ചെമ്മീൻ കറി കൂട്ടി നിനക്കും ചോറിനാം. വരട്ടെ. ഡ്രൈവർ വണ്ടിയുടെ. ചതി പറ്റി. സുനന്ദ മോള് പപ്പുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? നമുക്ക് പപ്പുവിന്റെ വീട്ടിൽ ചെന്നാൽ ചെന്നാ ചെമ്മീൻ കറി കൂട്ടി ചോറിനാം. അയ്യോ, മോളൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ, ഈ അടുത്ത കാലത്ത് ഇത്രയധികം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അത് ഞാനും നോട്ട് ചെയ്തു. നല്ല പോളിംഗ് ആയിരുന്നു. ഇനി നമുക്ക് കഴിക്കാൻ അടുക്കളയിലെല്ലാം ബാക്കിയുണ്ടോ അമ്മേ? അതൊക്കെ പോട്ടെ. ജോലി എത്താത്തതിന്റെ നിരാശ കൊണ്ടാണോ ചക്രു ബാർബർ പണി തുടങ്ങിയത്? നിരാശ കൊണ്ടോ അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. കൈക്കൂലിയും ശുപാർശയൊന്നും ഇല്ല. നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ പോവുക തന്നെ ചെയ്യും. അഥവാ കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ജീവിക്കും. ഇതുവരെ പഠിച്ചതെല്ലാം വെറുതെ ആയല്ലോ എന്ന് എന്റെ വിഷമം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജോലി മാത്രമല്ലല്ലോ. ഏത് ജോലിയും ചെയ്യാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ആ, പിന്നെ ഒന്നോർത്താ, സിറ്റിയിലെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന പണി തന്നെയാ ഗ്രാമത്തിലെ ബാർബറും ചെയ്യുന്നത്. വിവരമുള്ളവർ പറയുന്നത് കേൾക്ക്. പാവപ്പെട്ടോ മുടി വെട്ടിയാൽ അവൻ വെറും ബാർബർ. സിറ്റിയിലെ പണക്കാര് പെമ്പിളർ വെട്ടിയാൽ അത് ബ്യൂട്ടീഷ്യൻ. ഇത് എവിടെ തന്നെ ആയതാണ്? അതിരിക്കട്ടെ, വെട്ടൊക്കെ ശരിക്കും പഠിച്ചോ? പിന്നെ ഞാനിപ്പോ എക്സ്പെർട്ടാ. ഓ, എങ്കിൽ എന്റെ മുടിയിടാറ്റം ഒന്ന് ഷേപ്പ് ചെയ്യാവോ? മുടിയുടെ അല്ല, ഈ മോന്തയുടെ ഷേപ്പ് തന്നെ മാറ്റിത്തരാം. ഞാൻ തമാശക്ക് പറഞ്ഞില്ലേ? അച്ഛൻ വന്നാലെന്താ, ഇവിടുന്ന് കൊഞ്ചുകറിയും കൂട്ടി ഊണ് കഴിക്കും. ഞാൻ അന്നപ്പം മുതൽ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ? വരുന്നു.
സുനന്ദമോള് വന്നു കഴിഞ്ഞാ സാധാരണ ഇവിടുന്നാണെന്ന് ഭക്ഷണം കഴിക്കാറ്. ന്യായം പറയുന്നോടി, നീ ഒരൊറ്റ ഇതൊക്കെ കാരണം. അല്പ സ്വാതന്ത്ര്യം കൊടുത്ത തലേ കയറി നിരങ്ങുന്നവരാ ഇവരെന്ന് നിനക്ക് അറിയില്ലേ? അച്ഛാ, ഇനി മേലാൽ നീ വീട്ടിനകത്ത് കാലൂത്തി പോരുത്. അച്ഛനത് എന്ത് പറ്റിയതാ? ഒന്നും പറ്റാതിരിക്കാനാ ഞാനീ പറയുന്നേ. ഇവിടെ ഉള്ള ഒരൊറ്റ എണ്ണത്തിനോട് നീ മേലാൽ സംസാരിക്കരുത്. എന്റെ വാക്ക് ധിക്കരിച്ചാൽ അമ്മയ്ക്ക് കിട്ടിയതുണ്ടല്ലോ. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാ. ഇങ്ങനൊരു വാശിയുടെയും പന്തയത്തിന്റെയും കാര്യം ഉണ്ടായിരുന്നോ? അമ്മ എന്നെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ടാ അവരെന്നെ നോക്കിയിട്ടുള്ളത്. അവരെ കാണരുത്, സംസാരിക്കരുതെന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടം തന്നെയാ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ പോവും. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എന്റെ മോളാണെന്നൊന്നും ഞാൻ കരുതില്ല. കൊന്നു കുഴിച്ചു കൂടിക്കളയും. ഒരേത്ത് അവൾ കൊച്ചുകുട്ടിയല്ലേ. എന്റെ അമ്മയുടെ ഒരേത്ത് എന്തായി ആലോചിക്കണേ? എന്നും അവനുമായിട്ടല്ലേ കൂടിക്കൊണ്ടിരുന്നത്. അവനില്ലാഞ്ഞിട്ട് കഴിക്കാൻ കൂടെ പറ്റുന്നില്ലടി. എടി, ഞാൻ അവനെ പോയി വിളിക്കട്ടെ. എന്തിനാ വെറുതെ നാണം കിടുന്നത്? വരില്ലെന്നറിയാമല്ലോ. ശരിയാ, അവൻ വരില്ല. വേലി കിടന്ന പാമ്പിനെ എടുത്ത് ലങ്കോട്ട് കെട്ടിയ അവസ്ഥയിലാ ഞാൻ. കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് ചക്കൻ ഒന്ന് സ്ട്രോങ് ആവണം. ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. സ്വന്തം തന്തയുടെ പാതി മീശ ഞാൻ തന്നെ വടിച്ചു കളയേണ്ട ഗതികേട് വരുമെന്നാ ഇപ്പൊ എന്റെ പേടി. അതവിടെ നിൽക്കട്ടെ. അതെങ്ങനെ നിർത്താൻ പറ്റും? പഞ്ചായത്ത് തൊട്ട മീശ പോയില്ലേ? മീശയുടെ കാര്യമല്ല, ആദ്യം സുനന്ദയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഗുണസേന ഒതുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എങ്ങനെയാ കുട്ടിയുടെ മുഖത്ത് നോക്കി പ്രേമം എന്നൊക്കെ പറയുന്നത്? സ്വന്തം അച്ഛനമ്മയും പച്ചക്കൊടി കാണിച്ചതല്ലേ. മുഖത്ത് നോക്കി പറയണ്ട, കാലും നോക്കി പറഞ്ഞാലും മതി. 3 ദിവസത്തിനകം വ്യക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ചക്രപാണി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. അല്ല, ഈ പ്രേമവും പ്രസിഡന്റ് സ്ഥാനവുമായിട്ട് എന്താ ബന്ധം? ഇത് വെറുമൊരു പ്രേമമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരും തമ്മിലുള്ള പ്രശ്നം. ഇവിടെ ചങ്കൂറ്റം കാണിക്കാതെ പ്രസിഡന്റ് പിന്മാറിയാൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഒന്നുമില്ല, പ്രേമം ഒരു ലളിതകലയുടെയാണ് കണ്ടുകൂടെ പ്രസിഡന്റ്. അത് തന്നെ. ഒന്ന് എഴുന്നേറ്റേ, എടന്ന് എഴുന്നേക്കാൻ. ഇതെന്താ ഈ കുടമൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ അച്ഛനെ കെട്ടി. എപ്പോ? ഒറ്റഴിച്ചെന്നാണല്ലോ. എടാ, പോയി വേഗം വെള്ളം ഓ, കൂടാ. അച്ഛന്റെ വെപ്രാളം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛന് കക്കൂസി പോണല്ലേ? അച്ഛൻ പൊക്കോ, ഞാൻ വെള്ളം കോരിക്കൊണ്ടുവരാം. അയ്യോ, എടാ സുനന്ദമോള് വെള്ളം കോരുന്നു. എന്താ അവളോട് വെള്ളം കോരിക്കൊണ്ടുവരാൻ പറയണോ? എന്റെ ദൈവമേ, എടാ അവളോട് 4 അലവർത്താനം നീ പറ. എന്ത് വർത്താനം? ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? ഓ, മനസ്സിലായി. അയ്യോ അച്ഛാ, അമ്മാവൻ കണ്ടോണ്ട് വന്ന കുഴപ്പമാവില്ലേ? ഒരു കുഴപ്പമില്ല, അവനെ ഞാൻ നോക്കിക്കോളാം. എന്നാലും നമ്മളായിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ അച്ഛാ? ചക്ര, എന്നെ കൊണ്ട് വെറുതെ വടിയൊടിപ്പിക്കല്ലേ. നീ വേഗം ചെല്ലേ. ഗുണശേഖരം വന്ന് ഞാൻ വിസിലടിച്ചോളാം. വേഗം ചെന്ന് പ്രേമപൂർവ്വം ഉണ്ട് വർത്താനം പറയടാ. പ്രേമപൂർവ്വം അല്ലേ? ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? എന്നെ അനുഗ്രഹിക്കണം. നീ എന്റെ മകനല്ലേ, എന്റെ അനുഗ്രഹം ഉണ്ടാ. പ്രിയെന്നൊക്കെ വിളിയടാ. സുനന്ദേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പറയാലോ. എനിക്ക് ഇന്ന് നിങ്ങളുടെ വീട്ടില് മത്തങ്ങ തോരനായിരുന്ന പാവയ്ക്ക മെഴുക്കുത്തിയായിരുന്നു. ഇത് രണ്ടുമല്ല, മുരിങ്ങക്കോലും സാമ്പാറുവാ. എന്താ? ഏയ് ഒന്നുമില്ല. എന്താ ചക്രു ഞാൻ കേൾക്കണതൊക്കെ? അത് നമ്മളല്ലല്ലോ സുനന്ദേ. അമ്മാവൻ ചൂടായപ്പോ അച്ഛൻ ചൂടായപ്പോ, അമ്മാവൻ ചൂടായപ്പോ അച്ഛൻ ചൂടായപ്പോ. അച്ഛൻ പറഞ്ഞത് ശരിയായെന്നല്ല ഞാൻ പറയണേ. ചക്രുവിന് ഇതൊക്കെ ഒഴിവാക്കായിരുന്നില്ലേ? അയ്യോ, അവനിത് ചളവാക്കും. അവന്റെ അമ്മായിമ്മയുടെ മുരിങ്ങക്കോലും സാമ്പാറും. അയ്യോ, എന്റെ ദൈവമേ. മതി വെള്ളം കോരിയത്. കയറിപ്പോ. മേലാലി കിണറ്റിക്കര നിന്നെ കണ്ടുപോകരുത്. വെള്ളമൊക്കെ എന്നിട്ട് അമ്മ കോരിക്കോളും. മനസ്സിലായോ? എന്താ ഇത്? ചക്രു എനിക്ക് അന്യനാണോ? മിണ്ടരുത്. കയറിപ്പൊടിയകത്ത്. ഞാനും കൊടുന്നില്ല. നിന്റെ വിവരമില്ലാത്ത തന്തയുടെ വാക്കിട്ട് എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാലോ മുഷ്ടിയാറി ഞാൻ തെറ്റി പിടിക്കും. കയറിപ്പോടാവും. ഒരുമാതിരി പോക്കർത്തരം കാണിക്കരുത്. വിസിലടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിസിലടിച്ചടാ, പക്ഷെ വെപ്രാളത്തിൽ കാറ്റായി പോയി. എന്റെ കാറ്റ് പോയി. അങ്ങയുടെ 10 തെറി ഞാൻ കേട്ടപ്പോ അച്ഛന് സമാധാനമായല്ലോ. അല്ല, നീ അത് കേൾക്കണം.
നിന്റെ അമ്മയുടെ മൊത്തങ്ങാത്തോരനും പോവയ്ക്കവർത്തതും. അച്ഛൻ ഈ കുടം ഒന്ന് പിടിച്ച ഞാൻ ഒരു സത്യം പറയട്ടെ. എനിക്ക് പ്രേമിക്കാൻ അറിയില്ല. അതിനും വഴിയുണ്ട്.